സൈനിക കേന്ദ്രങ്ങളും മറ്റും തകർത്തതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്നത് ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം നടത്തുകയായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുകയാണ്. അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ കനത്തൊരു തിരിച്ചടി ആയിരിക്കില്ലേ നാസർ? അതുപോലെ ഈ ഒരു നീക്കത്തിലൂടെ ആഗോള എണ്ണ വിപണിയെയും അത് കാര്യമായി തന്നെ ബാധിക്കില്ലേ? ഭാരതി തീർച്ചയായിട്ടും സംഘർഷം ഈ മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ USS ട്രിപ്പോളി എന്ന പടക്കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് വലിയ ശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങളിലൂടെ പൂർണ്ണമായിട്ടും ഈ ഹോർമസ് കടലിടുക്കിലുള്ള ഇറാൻ സൃഷ്ടിക്കുന്ന മേധാവിത്വം അത് പരമാവധി ദുർബലപ്പെടുത്തുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷെ സ്വാഭാവികമായും അതിന്റെ ഭാഗമായിട്ട് ഇറാനിൽ നിന്നുള്ള തിരിച്ചടികളും തുടരും. അത് ഈ ആക്രമണത്തിന് കുറെ കൂടി വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകുമെന്ന ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം റഷ്യയിൽ നിന്നും ഈ അസംസ്കൃത എണ്ണ വാങ്ങാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക അനുമതി നൽകിയിരുന്നു. ആ അനുമതി തുടരുമെന്ന ഒരു വിലയിരുത്തലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമസ് കടലിടുക്കിലൂടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ നേരെയുള്ള ആക്രമണത്തിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് പിന്നിട്ട 24 മണിക്കൂറിൽ കാണാനുണ്ട് ആരതി. അതുപോലെ നാസർ, ഇന്നലെ ഇറാൻ ഇന്ത്യയിലേക്ക് 2 LPG ടാങ്കറുകളൊക്കെ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എണ്ണ വിപണിയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഭാരതി വലിയ സങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷത്തിലൂടെയാണ് ഇറക്കുമതി രാജ്യമായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെ പലതും കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാനുമായി പരമാവധി ചർച്ചകൾ നടത്തി ആ മേഖലയിലൂടെയുള്ള തങ്ങളുടെ എണ്ണക്കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള ഒരു അനുമതി ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2 എണ്ണക്കപ്പലുകൾ കൂടി ഇന്നലെ ഹോർമസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്ക് നീങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ശരി, MC നാസറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.